അർജുനായുള്ള തിരച്ചിലിന് പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാകുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യം തുടരുന്നതിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാകുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് പുഴയിലിറങ്ങി പരിശോധന നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പുഴയിലെ ഒഴുക്കിന്റെ അളവ് എല്ലാ ദിവസവും പരിശോധിക്കുന്നുണ്ട്. 5 നോട്ടിക്കൽ മൈലിന് മുകളിലാണ് നിലവിൽ പുഴയിലെ ഒഴുക്ക്. ഈ സാഹചര്യത്തിൽ പുഴയിൽ ഡൈവ് ചെയ്യാനോ ഡ്രഡ്ജ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ചായിരിക്കും പരിശോധന നടത്തുക. അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി കർണാടകയിലെ അങ്കോലയിലുണ്ടായ മണ്ണിടിച്ചിലാണ് മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായത്. അർജുനായി ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ ഉണ്ടാകാമെന്നാണ് സൂചന. പ്രാദേശിക നീന്തൽ വിദഗ്ധർ അടക്കമെത്തി പരിശോധന നടത്തിയെങ്കിലും പുഴയിലെ ഒഴുക്ക് വെല്ലുവിളിയാവുകയായിരുന്നു.